ഹായ് ആർമി, ഞാൻ ഡോണ്ട് ഡിവൈനി വേറിൻ്റെ 7th എപ്പിസോഡായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി എപ്പിസോഡ് കണ്ടോ. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, കമൻറ്റ് എന്താണ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ്. കാർത്തി കോളിമേലടിക്കാൻ നോക്ക്. എടാ വേണോ? അവരൊക്കെ പുറമേ കാണില്ലേ? അവരാരും ഉറങ്ങിക്കാണില്ല. നീ മര്യാദയ്ക്ക് കോളിമേലടിക്കാൻ നോക്ക്. ആ ഓടിക്കാം. എടാ എന്താടാ അകത്തുനിന്നൊരു സൗണ്ട് കേൾക്കുന്നത്? ആരും കരയുന്ന പോലെ ഉണ്ടല്ലോ. എടാ അമ്മന്റെ സൗണ്ട് അല്ലേ? ആടാ ഇതാ അമ്മന്റെ സൗണ്ടാ. നീ ബാത്ത് തുറക്കാൻ നോക്ക്. അമൻ അമൻ അവൻ അവൻ ഡാ അവൻ അവൻ ഒന്നുമില്ലടാ, ഒന്നുമില്ല, നീ പേടിക്കണ്ട, ഒന്നുമില്ലടാ, പേടിക്കണ്ട, ഞാനില്ലേ. അന്ന് നീ പിന്നെ നോക്ക്, ഞാനിപ്പോ വരാം. അമൻ അമൻഡാ അമൻ. നീ എങ്ങോട്ടാടാ ഓടുന്നേ? എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ നീ അവനെ തൊടും? എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ ചെറുക്കനെ തൊടൂടാ? കാർത്തി മതി നിർത്തി. ഇങ്ങനെ തട്ടിക്കൊന്ന ചത്തുപോകും. കാർത്തിയെ വിട്ടുപോനെ വിട് കാർത്തി. അന്ന് ഇവൻ എങ്ങനെയാണ് അവനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്? അവൻ്റെ സ്വന്തം ചേട്ടനെ പോലെ ഇവനെ കണ്ടത്. അതുകൊണ്ട് അവൻ വിശ്വസിച്ച് ഇങ്ങോട്ട് വന്നത്. അത് ഇവൻ എന്താ അവനോട് ചെയ്തത്? അവൻ കുഞ്ഞല്ലായിരുന്നോടാ. നിന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെയാന്ന് ഞാൻ ഒരിക്കലും അന്ന് നിന്നോട് പറഞ്ഞു വീടില്ലായിരുന്നു. എൻ്റെ തെറ്റായിരുന്നു. ഞാൻ നിന്നെപ്പറ്റി ശരിക്കും അന്വേഷിക്കണമായിരുന്നു. എന്നിട്ട് അവൻ നിന്നോട് പറഞ്ഞു വിടാമായിരുന്നോളൂ. എൻ്റെ തെറ്റാ. കാർത്തി നീ അതൊക്കെ വിട്. അവന്റെ ബോധം പോയി. നമുക്ക് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അത് മാത്രമല്ല, നന്ദു ഇവിടെ പേടിച്ച് വെച്ച് നിൽക്കുന്നുണ്ട്. നീങ്ങ വാ. ഡാടാ, അമ്മ ചേട്ടൻ എന്താ പറ്റിയത്? ആ ചേട്ടൻ എന്താ അമ്മ ചേട്ടന് ചെയ്തേ? നന്ദു, നീ എന്തിനാണ് കരയുന്നത്? അമ്മൻ ചേട്ടൻ ഒന്നും പറ്റിയിട്ടില്ല. അവൻ ആരും ഒന്നും ചെയ്തിട്ടുമില്ല. അല്ല, ഡാഡ് കള്ളം പറയുന്നു. എനിക്കറിയാം, ആ ചേട്ടൻ അമ്മ ചേട്ടനെ തല്ലി. നന്ദു, നിന്റെ അമ്മച്ചേട്ടന് ഒന്നും പറ്റിയില്ല. അവൻ ഓക്കെയാ. സത്യം? സത്യം. ഞാൻ എന്നോട് കള്ളം പറയുന്നത്? അവനിപ്പോ ഒരു കുഴപ്പമില്ല. അവൻ മരുന്നൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങുക. എനിക്ക് അമ്മ ചേട്ടനെ ഒന്ന് കാണണം. കാണിക്കാം, പക്ഷെ കുറച്ച് കഴിഞ്ഞു. ഇപ്പൊ നിന്റെ അമ്മച്ചേട്ടൻ മരുന്നൊക്കെ കഴിച്ച് കിടന്നുറങ്ങുമല്ലേ. അവൻ എഴുന്നേറ്റ് കഴിയുമ്പോ നിന്നെ കൊണ്ടേ കാണിക്കാം. ഓക്കെ അല്ലേ? മതി. എന്റെ നന്ദു ഗുഡ് ബോയ്യാ. ദിയ, നന്ദുവിനെ കൊണ്ടൊരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയി. ആ ഡോക്ടർ വാ നന്ദു. ചെല്ലു നന്ദു. അർണവ്, അമ്മനിപ്പോ എങ്ങനെയുണ്ട്? നീ അകത്തേക്ക് വാ, പറയാം. അമൻ, അവിടെ നടന്നത് എന്താന്ന് നിന്നോട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവന്റെ ശരീരത്തിൽ മുറിവും ചതവും ഇല്ലാത്തൊരു ഭാഗമില്ല. അതുപോലെ അവനെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇപ്പൊ അവൻ സഡേഷനില്ല. കുറച്ചു കഴിയുമ്പോ എണീക്കും. ആ നോറ് ഇങ്ങനെയുള്ള ഇത്തനാന്ന് നമ്മൾ അറിയാതെ പോയല്ലോടാ. ആടാ, അവൻ പഴയതൊക്കെ ഒന്ന് മറന്നു തുടങ്ങുമായിരുന്നു. ഇപ്പൊ അതെല്ലാം കൂടെ ഞാൻ അവൻ്റെ കൂടെ വീട്ടല്ലായിരുന്നു. കാർത്തി, അതൊക്കെ പറഞ്ഞിട്ട് ഇനി കാര്യമില്ല. കുറച്ചു കഴിയുമ്പോൾ അവൻ എഴുന്നേക്കും. അപ്പോൾ നീ അവൻ്റെ കൂടെ ഇവിടെ കാണണം. അവൻ തീരെ ഓക്കെ അല്ലടാ. സ്വന്തം ചേട്ടനെ പോലെ കണ്ട ആള് ഇന്ന് അവനോട് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നിനക്ക് അവൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റൂലോ. നീ രാഹുലിനെ വിളിച്ച് പറ. എന്നിട്ട് നന്ദുവിനെ വന്ന് കൊണ്ടുപോകാൻ പറ. പിന്നെ അവൻ ഞാൻ നാളത്തെ ഡിസ്ചാർജ് തരാൻ നോക്കാം. അവൻ ഇവിടെ കിടത്തുന്നതായി നല്ലത് വീട്ടിൽ കൊണ്ടുപോകുന്നതാ. അമൻ, അമൻ, നീ കരയുവാണോ? എല്ലാരും എന്താ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്ത്
ആദ്യം ആ ദൈവം അയാളെന്നോട് ഇപ്പൊ അമൻ കരയല്ലടാ, നീ കരഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ നിനക്ക് വാക്കാരാം, ഇനി ആരെങ്കിലും നിന്നെ തൊടുവോ പോട്ടും നോക്കു ചെയ്യാൻ പോലും ഞാൻ സമ്മതിക്കില്ല. അതെന്റെ വാക്ക. പിന്നെ ദൈവം വിഷ്ണു നിന്നോട് ചെയ്ത കാര്യം നീ ഒരു ഉറുമ്പ് കടിച്ചാന്ന് കരുതി അങ്ങ് മറക്കണം. അരുണവൻ നിനക്ക് നാളെ ഡിസ്ചാർജ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ തന്നെ നമുക്ക് വീട്ടിൽ പോവാം. ഇനി തൊട്ട് നീ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ അവിടെ താമസിച്ചാൽ മതി. നീ ഇപ്പൊ കിടന്നു. കാർത്തി ആ നാറ് ഇത്രയും വൃത്തികെട്ടവനായിരുന്നു. ആടാ, അവൻ ഇങ്ങനെ എടുത്താണെന്ന് എനിക്ക് അറിയാതെ പോയി. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. അവൻ്റെ 2 കൊടുത്ത് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. അവന് പോലീസിന് കൊടുക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്മനല്ല ഇനി ആരോട് അവൻ ഇങ്ങനൊന്നും ചെയ്യില്ല. അതിനെന്താ ചെയ്യേണ്ടതെന്ന് നിനക്കറിയാലോ. അച്ഛൻ്റെ വാടകൊണ്ടുകളൊക്കെ നിന്റെ കയ്യിലാണല്ലോ. അവന്മാരെ കൊണ്ട് ഇവൻ എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നീ ചെയ്തേക്ക്. ആ കാർത്തി, അത് ഞാൻ നോക്കിക്കോളാം. ഇനി അവൻ എഴുന്നേറ്റ് നടക്കില്ല. അമൻ, നീ എന്താ ആലോചിക്കുന്നേ? ഞാൻ ചേട്ടനെ കുറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ? ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞു? അമൻ, നീ കാതു തുറന്നു കേട്ടോ. നീ എനിക്കൊരു ബുദ്ധിമുട്ടല്ല, ഒരു ബുദ്ധിമുട്ടാകത്തുമില്ല. അതുകൊണ്ട് നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. ഓക്കെ? പതിയെ ദിവസങ്ങൾ കടന്നുപോയി. അമൻ തീരെ ഓക്കെ അല്ലായിരുന്നു. അത് കാർത്തികിന് നന്ദുവിന് സഹിക്കാമെന്ന് അപ്പുറത്തായിരുന്നു. അവരവനെ ഓക്കെ ആക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. പതിയെ അവൻ ഓക്കെ ആയി തുടങ്ങി. मैं तो तेरे नाल ही रहना जी, हर गम संग तेरे सहना जी। जो जग से कहा ना जाए वो मुझको बस तुझसे कहना जी। वो नज्म नज्म सा मेरे होठों पे ठहर जा, मैं ख्वाब ख्वाब सा तेरी आंखों में जागू रे। मोहब्बत लुटाऊंगा मैं छेड़ के मन का साज साज, फिर गाऊंगा फिर सबके को आज। I feel love when I look into your eyes. I believe if you move out from my side. इन लम्हों का मुझे कब से इंतजार था, इन खुशियों के लिए कब। അവൻ ഫുഡ് കഴിച്ചിട്ട് നീ പോയി റെഡിയാക്ക്. നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. എങ്ങോട്ട്? അത് ഞാൻ പറയാം. നീ പോയി റെഡിയാക്കും. വരുമ്പോൾ നിന്റെ 10th പ്ലസ് 2 സർട്ടിഫിക്കറ്റും കൂടെ എടുത്തിട്ട് വരണേ. രാഹുൽ, ആ വലിച്ച മോനെ അഞ്ജലിയുടെ വീട്ടുകാരെ വിളിച്ചിരുന്നു. അവൾക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ലെന്നാണ് പറഞ്ഞതെന്ന്. അവൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ വലിച്ച ഞാൻ അറിഞ്ഞായിരുന്നു. അവളെന്നോട് പറഞ്ഞു. എന്തായാലും ആ കൊച്ചിപ്പോൾ പറഞ്ഞ് നന്നായി. പിന്നെ വലിച്ച ഇനി പെട്ടെന്ന് ഒരു കല്യാണമൊന്നും ആലോചിക്കണ്ട. അതൊക്കെ ഇനി പതി നോക്കിയാൽ മതി. പിന്നെ രാഹുൽ, ഞാൻ കാർത്തികിൻ്റെ വീട്ടിൽ ചെറുക്കൻ താമസിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നു. എന്താ സംഭവം? പണ്ടത്തെ പോലെ വല്ല കേസ് കിട്ടുവാണോ? ആ എനിക്കറിയില്ല വലിച്ച. ഞാനിപ്പോൾ അങ്ങോട്ടത്തേക്കും പോകാറില്ല. കാർത്തികിനെ ഞാൻ ഓഫീസിൽ വെച്ചേ കാണാറുള്ളൂ. പിന്നെ നന്ദുവിനെ കാണുന്നത് ഞാൻ അവൻ്റെ സ്കൂളിൽ പോയേ കാണാറുള്ളൂ. നന്നായി. എന്തായാലും ആ ചെറുക്കനെ പറ്റി ഒന്ന് അന്വേഷിച്ചേക്ക്. പണ്ടൊരുത്തനെ ഓടിച്ചു വിട്ടതുപോലെ ഓടിച്ചു വിട്ടേണ്ട വരുമെന്ന് ആർക്കറിയാം. കാർത്തികേട്ടാ, നമ്മളിത് എങ്ങോട്ടേ പോകുന്നേ? അത് നീ അവിടെ ചെല്ലും പറഞ്ഞാൽ മതി.
ചേട്ടാ. അമൻ, നീ വായടച്ച് വെച്ചിരിക്കുന്ന നിനക്ക് നല്ലത്. അവൻ നീ മര്യാദക്കിരിക്കാതെ നിനക്ക് നല്ലത്. വിശ്വ വെല്ലിച്ചൻ അമ്മനെപ്പറ്റി എന്തെങ്കിലും നിന്നോട് അന്വേഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നീ എന്നോട് പറയണം. പിന്നെ നീ അവിടെയൊക്കെ ഒന്ന് തിരക്കിയേക്ക്, ആരോടെങ്കിലും വെല്ലിച്ചനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന്. ആ, പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞത്. എന്നാൽ ശരി വെല്ലിച്ച, ഞാൻ വെല്ലിച്ചൻ്റെ കൂടെ എല്ലാ കാര്യത്തിലും നിൽക്കും. പക്ഷേ ഈ കാര്യത്തിൽ നിൽക്കില്ല. വെല്ലിച്ചൻ്റെ കൂടെ നിന്ന് ഞാൻ എൻ്റെ ലൈഫിലെ രണ്ട് പേരെ എൻ്റെ ലൈഫിൽ നിന്ന് ഇല്ലാതാക്കിയത്. അതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. പിന്നെ ഒന്ന് അമ്മനൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആദി, ഞാൻ നിന്നെ വിളിച്ചത് അർണ വന്നിട്ടുണ്ടോ? ഓ, ഡോക്ടറിന് ലീവാണോ? ആ, എന്നാൽ ശരി. അപ്പോൾ ഡോക്ടർ അർണവിന്ന് ലീവാണ്. ലീവ് എടുത്ത് വീട്ടിലിരിക്കുകയാണ്. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് വന്നേട മോളും.